അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഒരു ദക്ഷിണാമൂർത്തി ഭക്തനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഞാനൊരു പുഴുവല്ലേ, ഈ ഇളയരാജനെ കൊണ്ടാങ്ങാണ്ട് പറയിപ്പിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് പോയി, നടക്കാത്ത സ്വപ്നം. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു നിയോഗം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ പേടിക്കണ്ട, നീ അങ്ങോട്ടൊന്നും പോകണ്ട, സ്വാമി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിലായാലും മറ്റുള്ള ഫെസ്റ്റിവൽ സോങ്സിലായാലും ഇപ്പം ഏത് മൂഡ്, സാരി മൂഡ് എന്നൊക്കെ പാടും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മുടിയൊക്കെ അത് കൊള്ളുകയല്ല, അത് കളയണം പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ മുടിയല്ല തലയെ വെട്ടി കളയാൻ തയ്യാറാണ്. എന്നു വരും നീ, എന്നു വരും നീ എൻ്റെ കിനാപന്തലിൽ വെറുതെ, എൻ്റെ നിലാപന്തലിൽ. MC ഡിജിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശാന്ത് തിരുങ്കുളാണ്. ലിറിസിസ്റ്റാണ്, മ്യൂസിക് കമ്പോസറാണ്, പിന്നെ പ്ലേബാക്ക് സിംഗറാണ്. പുള്ളിയുടെ വിശേഷങ്ങളുമായി ടോക്ക് ഫ്രെയിമിൽ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. പുതിയ പാട്ടുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കമ്പോസിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അങ്ങനെയില്ല, അത് ഏകദേശം ഒരുപോലെ തന്നെ പോകുന്നുണ്ട്. ഏകദേശം എഴുത്തും സംഗീതം. പ്രത്യേകിച്ചും എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊരാളിൻ്റെ വരി എൻ്റെ അടുത്ത് തന്നിട്ട് സംഗീതം ചെയ്യുന്നതിലും കൂടുതൽ ഞാൻ തന്നെ എഴുതുമ്പോൾ എനിക്ക് എഴുതുന്നതോ സംഗീതം ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ല. ഏകദേശം ഒരു ട്യൂണ് മനസ്സിൽ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു വരി വരും എന്നുള്ളത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ സംഗീതത്തിന് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗൗരവമുണ്ട്. പക്ഷേ എങ്കിലും കൂടുതലും ഭക്തിഗാനം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ വരികൾക്ക് തന്നെയാണ് കൂടുതലും എന്തോ ഞാൻ സംഗീതം ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് വരുമ്പോൾ അതും ചെയ്യാറുണ്ട്, പ്രണയഗാനങ്ങളും ചെയ്യുന്നുണ്ട്, ഭക്തിഗാനങ്ങൾ മാത്രമായിട്ട്. ഇപ്പം എത്ര വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? ഇപ്പം ഞാൻ ശരിക്ക് ഗാനരംഗത്തേക്ക് എന്ന് പറഞ്ഞാൽ എഴുത്ത്, സംഗീതം അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഏകദേശം 2004 മുതലാണ്. ഫസ്റ്റ് എൻ്റെ പാട്ട് ഇറങ്ങുന്നത് 2004 ഒരു അയ്യപ്പ ഭക്തിഗാനത്തോടെയാണ് ഞാൻ രംഗത്തേക്ക് വരുന്നത്. സുദീപ് കുമാർ പാടിയിട്ടുള്ളത് ശബരിഗിരീശ്വര അയ്യപ്പ എന്ന് പറയും, ഡിവോഷണൽ സോങ്. ഡിവോഷൻ. ഇപ്പം 2004 മുതൽക്കാണ് ഡിവോഷണൽ സോങ്സിലോട്ട് വന്നതല്ലേ? ഇപ്പം എത്ര പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്? പാട്ടുകൾ അങ്ങനെ കൃത്യമായിട്ട് ഞാൻ എണ്ണം വെച്ചിട്ടില്ല. പക്ഷേ എങ്കിലും എനിക്ക് മറ്റുള്ള കമ്പനികൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഏകദേശം 900ഓളം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ എനിക്ക് തന്നെ ഒരു ചാനലുണ്ട്. ഇപ്പോൾ ഞാൻ അധികം ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്, അത് കൂടാതെ പുറത്തുള്ളവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 900ഓളം പാട്ടുകൾ എഴുതുകയും കമ്പോസ് ചെയ്യും. അതിൽ ചിലതൊക്കെ ഞാൻ തന്നെ പാടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അധികവും മധു ബാലകൃഷ്ണൻ അതുപോലുള്ള ഗായകന്മാരാണ് പാടിയിട്ടുള്ളത്. പിന്നെ കൂടുതലും ഏറ്റവും കൂടുതൽ എൻ്റെ പാട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റായത് എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് ആയതെന്ന് പറയുന്നത് കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ഹിസ്റ്ററിയാണ്. അതൊരു എഴുതാനുള്ള ഒരു നിയോഗം കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ മഹാരഥന്മാരായിട്ടുള്ള എത്രയോ രമേശൻ നായർ, അതുപോലെ തന്നെ RK ദാമോദരൻ മാഷ്, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, അങ്ങനെയുള്ള പ്രഗത്ഭന്മാരിരിക്കുന്ന, അതുപോലെ തന്നെ എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ വലിയ മകൻ, ചെറിയ മകൻ എന്ന് പറഞ്ഞ ഇത്രയും മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരുള്ള സമയത്ത് തന്നെ അമ്മയുടെ ചരിത്രം എഴുതാൻ എന്നെ നിയോഗിച്ചു എന്നുള്ളത് ഒരു വലിയ അത് എഴുതിയതും ഈ പറഞ്ഞ പോലെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു എഴുതാൻ വേണ്ടി പോകാന്ന് പറഞ്ഞൊരു സംഭവം എനിക്കുണ്ടായിട്ടില്ല. അത് എൻ്റെ വലിയമ്മാവനും എൻ്റെ അടുത്ത് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്, നീ എഴുതാൻ വേണ്ടി നീ ഇരിക്കരുത്, അപ്പോൾ പാട്ട് വരില്ല. നിനക്ക് എന്താണോ പറയാനുള്ളത്, അത് പ്രണയമായാലും ഭക്തിയായാലും നമുക്ക് എന്താണോ ആ മൂർത്തിയോട് പറയാനുള്ളത്, വിഷമങ്ങളാണ് വിഷമങ്ങൾ, സന്തോഷമാണെങ്കിൽ അതും അവതരിപ്പിക്കാം. ആ പറയാനുള്ളത് എഴുതിയാൽ അതിനൊരു ജീവൻ ഉണ്ടാകും. അല്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് ഉണ്ടാക്കാൻ വേണ്ടി എഴുതരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ എനിക്ക് ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ഈ കൊല്ലൂർ മൂകാംബികയുടെ ചരിത്രം എഴുതിയിരിക്കുക. അന്ന് പിന്നെ ആ കാസറ്റുള്ള കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും A സൈഡിലും B സൈഡിലും ഒരേ ഡ്യൂറേഷൻ വരണമല്ലോ. അപ്പോൾ ആ പാട്ട്
ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു 10 ഗാനങ്ങളിലോ 4 ഗാനങ്ങളിലോ 5 ഗാനങ്ങളിലോ ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല, ഒരു ത്രൂ ഔട്ടായിട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് ചെയ്ത് അത് എഴുതി കമ്പോസ് ചെയ്ത് അതിൻ്റെ കോറസും ബീജിയും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 18 മിനിറ്റും കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ. അപ്പോൾ ശരിക്കും 20 മിനിറ്റ് വേണം. അതായത് ബി സൈഡിൽ 20 മിനിറ്റ് ഉണ്ട് പാട്ട്. അപ്പോൾ ഇവിടെ അതില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം അങ്ങനെ പാട്ട് എഴുതി മധുചേട്ടൻ വന്ന് പാടി കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ പിന്നെ ശ്രീശാന്തിനെ അറിയാലോ, ക്രിക്കറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2:20 ശ്രീശാന്തിൻ്റെ കളിയുണ്ടോ, ആ സമയമാകുമ്പോഴത്തേക്ക് എന്നെ വിടണം പ്രസാദ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മധുചേട്ടൻ പാടിയിട്ട് വയ്ക്കും. അപ്പോൾ പാടി അദ്ദേഹം ശരി എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹെഡ്ഫോൺ എടുത്ത് വെച്ച് അദ്ദേഹം പോകാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കാണ് സൗണ്ട് എഞ്ചിനീയർ എൻ്റെ അടുത്ത് പറയുന്നത്, പ്രസാദ് ഇത് 18 മിനിറ്റും ഇത്ര സെക്കൻഡേ വരുന്നുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ കൊല്ലൂർ മൂകാംബികയുടെ ചരിത്രം, കോലമഹർഷി തപസ് ചെയ്തത്, അത് കോലാപുരം എങ്ങനെ കൊല്ലൂരായി, മഹാരണ്യപുരം എന്നായിരുന്നു ആദ്യത്തെ പേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കഥ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പം നിർത്തി കഴിയുമ്പോൾ ഇനി ഞാനത് അതിനകത്ത് കൊണ്ടുപോയി ചെയ്യും, ഒന്നും ചെയ്യാനില്ല. അപ്പം നോക്കിയപ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു, ദക്ഷിണാമൂർത്തി സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പ്രസാദ് ഒരു മണ്ഡലം അവിടെ പോയി ജപിക്കണം. ഗുരുനാഥൻ എന്നെ സംഗീതത്തിൽ മാത്രമല്ല കുറച്ച് ആധ്യാത്മികമായിട്ടും കുറച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് തന്നെ നീ ഒരു മണ്ഡലം അവിടെ പോയി ജപിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പൊതുവെ അവിടെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് 48ആണ്, ഇവിടെ 41ആണ്. ഒരു മണ്ഡലകാലം അറിയില്ല, ശബരിമലയൊക്കെ 48ആണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജപിക്കാൻ പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇനി എന്താണോ അത് എഴുതുക എന്നുള്ളത് നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഒരു കടം അവിടെ ബാക്കിയുണ്ടല്ലോ, ഈ മണ്ഡലം ജപിക്കുവാൻ വരുന്ന ഭക്തനാണ് ഞാൻ, മനസ്സിൽ നീ മാത്രമാണ് മായേ ജഗദമ്പ എന്ന് എഴുതിയിട്ട് ഒരു 4 വരി മുച്ചേട്ടന് കൊടുത്തു. അപ്പോൾ ആ പാട്ട് മുച്ചേട്ടൻ പാടി 20 മിനിറ്റ് കറക്റ്റ് എന്ന് പറഞ്ഞു. കാരണം ഇനിയൊരു കഥ അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ പാട്ടിലോട്ട് വന്നത് എങ്ങനെയാണ്? ചെറുപ്പം മുതൽ പാട്ട് പഠിച്ചിട്ട് ഉണ്ടോ? വന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പാരമ്പര്യമായിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സംഗീതം ഒന്നും പറയാനില്ല. ഉണ്ട്, അമ്മയൊക്കെ പാടും, പക്ഷെ അവരൊന്നും അങ്ങനെ ശാസ്ത്രീയ സംഗീതത്തിനെ ഭയങ്കരമായിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഈ ചില ഭജൻസ് പാടുന്ന സംവിധാനങ്ങളിലൊക്കെ ചില സമയത്തൊക്കെ കുഞ്ഞുനാളിൽ അന്നേരമൊന്നും നമുക്കൊരു സഭാകമ്പം ഉണ്ടാവുമല്ലോ. ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഈ സ്റ്റാർ സിംഗർ അതുപോലുള്ള പരിപാടികളൊക്കെ കുഞ്ഞുമക്കൾക്കൊക്കെ പാടാൻ അവർക്കൊക്കെ പേടിയില്ല ഇപ്പോൾ, അങ്ങനെയുണ്ട്. പക്ഷേ പഴയ കാലത്ത് ഒരു മൈക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ കാല് പറക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ രസകരമായ ഒരു കാര്യമായിരുന്നു. അന്ന് നമ്മുടെ അവിടുത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു വില്ലൻ ലുക്കിലുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പാടാന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ച. അപ്പോൾ ഞാൻ പോയിട്ട് പാടി. അപ്പം അന്ന് പാടിയത് നമ്മുടെ ദാസേട്ടൻ പാടിയ 1000 രാഗം 1000 താനം 1000 പല്ലവികൾ എന്നുള്ളൊരു പാട്ടാണ്. അത് എന്തോ പേടിച്ചുകൊണ്ട് പാടിയതാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവൻ ഭയങ്കര പാട്ടുകാരനാണ്. എത്ര വയസ്സിലായിരുന്നത്? അത് ഏകദേശം 8 വയസ്സോ 9 വയസ്സോ അങ്ങനെ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു പാട്ടുകാരനായി. അപ്പോൾ അവിടെ ഒരു സീറ്റ് എനിക്ക് വേണ്ടി മാറ്റി വെക്കലായി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ എല്ലാവരും പാരൻസിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞു, അവനെ പാട്ടിന് വിടണം, അവൻ കുറച്ച് നന്നായിട്ട് പാടും, ഇങ്ങനെ പാടി നടന്നാൽ പോരാ. അങ്ങനെ ഞാൻ കണ്ണാടി ഇല്ലത്തെത്തി. പിന്നെ അവിടെ നിന്ന് തന്നെ വളർന്നു. പിന്നെ ജീവിതത്തിലെ എല്ലാ രീതികളും, ഭക്ഷണ രീതിയും എല്ലാം, എൻ്റെ സ്റ്റൈലും എല്ലാം മാറി, ഞാനേ മാറി. അങ്ങനെ എന്നെ സംഗീതം, അങ്ങനെ കർണാട്ടിക് ഇതുവരെ എന്നെ ഗുരുനാഥന്മാരാരും പുസ്തകത്തിൽ എഴുതി പഠിപ്പിച്ചിട്ടില്ല ഒന്നും. അത് ഇപ്പോഴത്തെ കുട്ടികളോട് ഞാൻ എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, അവരോട് ഞാൻ പറയും കൂടുതൽ ഇങ്ങനെ എഴുതി പുസ്തകം വെച്ചിട്ട് എന്ത് കാര്യം. ഒരു വരിശകൾ പാടണമെങ്കിൽ ആ വരിശ നമ്മുടെ അടുത്ത് വരണ്ടേ, അത് വരാതെ നമ്മൾ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കാര്യം. അപ്പം പാരൻസിനോടും എനിക്ക് പറയാനുള്ളതാണ്, ഇപ്പോഴത്തെ അവർ പഠിപ്പിക്കാൻ പോകുമ്പോൾ കുട്ടികളുടെ നോക്കുന്നത് അവർ പുസ്തകമാണ് നോക്കുന്നത്. ഇന്ന് എന്തൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്, കുറേ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി പാടുന്നുണ്ടോ നോക്കണ്ടേ, അത് നോക്കില്ല. ഇപ്പം സസരിരിക ഗരിരി സസരിരിക ഗമാമ റിരിക ഗമാമ ഗ റിരിക ഗമാമ പപ്പ ഇങ്ങനെ ഒരു വരിശകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത് മനസ്സിൽ നിൽക്കണം. അത് മാത്രമല്ല നമ്മുടെ ബ്രീത്തിങ്ങിനും നമ്മുടെ എല്ലാം മെമ്മറിക്കും എല്ലാത്തിനും ഉള്ള ഔഷധമാണല്ലോ ശരിക്കും സംഗീതം. ഇപ്പോൾ പുരന്ദരദാസർ അങ്ങനെ ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കിയത് തന്നെ നമ്മുടെ ശബ്ദം തുറക്കാനും അതുപോലെ മനസ്സിൻ്റെ ഈ ഡെഡായി കിടക്കുന്ന റെവ്സ് എല്ലാം തുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അറിയുന്ന പാരന്റ്സിന് അറിയുന്നുണ്ട്, അല്ലാത്തവർ ചിന്തിക്കുന്നത് എനിക്കൊന്ന് ഭൂരിഭാഗം നോക്കി പഠിക്കുന്ന അല്ല. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവർക്കും പിന്നെ ഇപ്പം കരോക്കെ പാടുന്ന ആൾക്കാരുടെ അവസ്ഥ തന്നെ നോക്കിയാൽ പോരെ. അതായത് ഇപ്പം നോക്കൂ, കരോക്കെ ഗാനമേളക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ആ മ്യൂസിക്കിൻ്റെ കൂടെ തന്നെ വരി പോകുന്ന ആ ഒരു ലാപ്പിലാണോ അല്ലെങ്കിൽ അവർ ടാബിലോ നോക്കിയിട്ട്
ഇത് നോക്കിയിട്ടാണ് അവർ പാടുന്നത്. കാരണം അഡ്വാൻസ് പ്രമദവനം എന്നാണെങ്കിൽ പ്രമദവനം വരും, അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതിൽ നോക്കിയിട്ടാണ് പാടുന്നത്. അപ്പോൾ അവരവരുടെ മൈൻഡിനെ ലളിതമായി അവർക്ക് ഇപ്പം നമ്മൾ നോക്കൂ, നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ ഫോൺ നമ്പർ നമുക്കറിയില്ല, നമ്മുടെ തന്നെ അറിയാത്തോളൂ. ഇപ്പൊ റീചാർജ് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവരോട് ചോദിക്കാൻ നമ്പർ എത്ര നോക്കുമ്പോൾ അത് നോക്കട്ടെ 1 മിനിറ്റ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അത് ഞാൻ അത് ഒരുപാട് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നല്ല, പക്ഷെ ആ മെമ്മറിക്കുള്ള ഒരു ഔഷധമാണ് ശരിക്കും സംഗീതം. ഒരു ഇൻസ്ട്രുമെന്റും ഇല്ലാതെ സംഗീത സംവിധാനം ചെയ്യുന്ന ഗുരുനാഥന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഹാർമോണിയം പോലും വേണ്ട. ഇപ്പൊ കീബോർഡും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സും റിതം വേറെ, അത് ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം ഒരാൾക്ക് കമ്പോസ് ചെയ്യാൻ. ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഇപ്പം ദക്ഷിണാമൃത സ്വാമിയൊക്കെ ഏകദേശം 94 വയസ്സായ സമയത്താണ് കണ്ടാണ് മിഴികൾ സാക്ഷി എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നത്. അമ്മേ നീ ഒരു ദേവാലയം എന്നുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ ഹാർമോണിയോ വലിയ സന്നാഹങ്ങളൊന്നും വെച്ച് കമ്പോസ് ചെയ്തതല്ല, വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഇപ്പോൾ ഓൺലൈൻ മ്യൂസിക് ആണ് കുട്ടികൾ കൂടുതലും പഠിക്കുന്നത്, അതും തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ. ഓൺലൈനിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൺ സൈഡ് ആണല്ലോ. ഇപ്പം ഞാൻ പറയും, അദ്ദേഹം ഇപ്പം നമുക്ക് സംശയം വന്നു, ശരി, ഒരു വരിശകൾ അവർ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു കൃതി അവർ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്ന കൃതിയെ അവർ ഒരു പ്രാവശ്യം കേട്ട് അവർക്ക് പോരാ, ഒന്നുകൂടി കേൾക്കണം തോന്നുന്നു, ഒന്നുകൂടി വീണ്ടും അത് വെച്ച് കേൾക്കും. പക്ഷെ അവരുടെ അടുത്ത് ഒരു അഭിപ്രായം വരുന്നില്ലല്ലോ, ഇത് നന്നായോ ഇല്ല, മോൻ പാടിയത് കറക്റ്റാണോ, അങ്ങനെ ഇല്ലല്ലോ. അപ്പം ഞാൻ തന്നെ പറയാണ് ഞാൻ ശരിയായി. ഇപ്പം പാട്ട് പഠിക്കാതെ തന്നെ പാടുന്ന ആൾക്കാരാണ് കൂടുതലും. അല്ല, അതിൻ്റെ പ്രശ്നം എവിടെയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നോക്കൂ, ഏറ്റവും കൂടുതൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലായാലും മറ്റുള്ള ഫെസ്റ്റിവൽ സോങ്സിലായാലും ഇപ്പം ഏത് മൂഡ്, സാരി മൂഡ് എന്നൊക്കെ പാടും. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലളിതമായിട്ട് പാടാൻ പറ്റുന്ന പാട്ടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആര് ഈ പാടുന്നവർ. മണിച്ചേട്ടൻ്റെ ഒക്കെ പാട്ട് പാടാൻ എല്ലാവർക്കും ആഗ്രഹം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ മണിച്ചേട്ടൻ്റെ പാട്ട് മോശം എന്നല്ല പറയും, അതിലും കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള പാട്ട് എടുക്കൂല അവർ, വരുത്തൻ്റെ അപ്പം ഒളിച്ച് ചാടിയ തങ്കം, അപ്പോൾ റിതമിക്കാണ്. അപ്പം അതേപോലെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഐഡിയ സ്റ്റാർ സിംഗറോ അല്ലെങ്കിൽ ഇതുപോലുള്ള മത്സരം വരുമ്പോൾ അതുപോലുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുന്നില്ല? അവിടെ കാട്ടിലെ പാഴ്മുളും പ്രമദവനും ദേവസഭാതലും, കാരണം അളക്കാൻ അതാവശ്യമാണ്, പാട്ടിനെ അളക്കാൻ. അപ്പം ശരിക്കും ശുദ്ധ സംഗീതം അങ്ങനെയാണ്, ഇത് ആർക്കും പാടാമെന്നുള്ളൂ. അപ്പം ഗുരുമുഖത്ത് തന്നെ പഠിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഗുരുമുഖത്ത് മീൻസ് ഇപ്പം ഗൾഫിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്ത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ അവരെന്തെങ്കിലും, ഇപ്പം എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവരെല്ലാം നഴ്സിങ്ങിനും മറ്റുള്ള ഒരുപാട് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കുട്ടിക്കാലത്തൊന്നും എനിക്ക് സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ ഈ പാരൻസിൻ്റെ പ്രശ്നങ്ങൾ, പാരൻസ് ചിന്തിക്കുക പാട്ടെല്ലാം പഠിച്ചിട്ട് എന്തുണ്ട് അങ്ങനെ പറയും, ഒരു നിരുത്സാഹപ്പെടുത്തും. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ജോലിയൊക്കെ സ്വന്തം കാലിൽ നിൽക്കാനാകുമ്പോഴായിരിക്കും അവർ സംഗീതത്തിന്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതുപോലെ തന്നെ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഓപ്പോസിറ്റ് അയാൾ വേണം, ഗുരുനാഥൻ വേണം. അപ്പോൾ ഈ കുട്ടി പാടുന്നതിന് പിന്നെ എന്താണെന്ന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ്ങിനും അതുപോലെ തന്നെ ശബ്ദത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകൾ ഞാൻ പറഞ്ഞു അത് ഈ സംഗീതത്തിലുണ്ട്. ഈ താരസ്ഥായി, മന്ത്രസ്ഥായി കേട്ടിട്ടില്ലേ? താരസ്ഥായി ശബ്ദം തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് പിന്നെ നമ്മുടെ ഇപ്പം അത് ഉണ്ടാക്കിയിരിക്കുന്നത് പുരന്ദരദാസരാണ്, വരിശകൾ. പിന്നെ ചിലവർക്കുള്ള പ്രശ്നം ഞാൻ എല്ലാവരോടും പറയുന്നത്, അവരൊരു 4 വർഷം സംഗീതം പഠിക്കുമ്പോഴത്തേക്കും ആ വരിശകളൊന്നും ഇനി നമ്മൾ പാടേണ്ട കാര്യമില്ല, അതൊക്കെ കുട്ടികൾ പഠിക്കുന്നതാണ്, നമ്മൾ വലിയ സംഭവങ്ങൾ പാടേണ്ടവരാണ് എന്നൊരു തോന്നലുണ്ടാവും. ഇപ്പം നമുക്കിപ്പം നമ്മുടെ എത്രയോ പൂജ്യനായിട്ടുള്ള യേശുദാസ് എന്ന് പറയുന്ന മഹാരഥനായിട്ടുള്ള ഗായകൻ പോലും ഇപ്പോഴും അദ്ദേഹം താരസ്ഥായി പോലുള്ള വരിശകൾ പാടുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിന് എന്താ ആവശ്യം അങ്ങനെ ചിന്തിക്കുന്നത്? ഇളയരാജയുടെ പാട്ടൊക്കെ പാടിയ അപ്പോൾ ആ നമ്മുടെ ആ ത്രോട്ടിനൊക്കെ അത് കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അത് താഴേക്കും മുകളിലേക്കും പോകാനുള്ളതിൻ്റെ മരുന്നാണത്. ആ മരുന്ന് നമ്മൾ നിർത്തുന്നു, നമ്മുടെ അസുഖം മാറില്ല എന്നുള്ളത്. അത് തന്നെ സംഗീതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ഡിവോഷണൽ സോങ്സ് അല്ലാണ്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ക്രിസ്ത്യൻ ചെയ്തിട്ടുണ്ട്. ആബാ പിതാവേ എന്ന് പറഞ്ഞിട്ടൊരു ഡിവോഷണൽ ചെയ്തിട്ടുണ്ട്, ബിജു നാരായണനൊക്കെ പാടി. അപ്പം ഡിവോഷണൽ അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാട്ടും എനിക്ക് വഴങ്ങും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ അത് എൻ്റെ ഭക്തിഗാനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടായിരിക്കാം പിന്നെയും ഭക്തിഗാനങ്ങൾ ചെയ്യാൻ എന്നോട് പറയുന്നത് വിചാരിക്കും. ഈ ഡിവോഷണൽ സോങ്സ് പാടുമ്പോഴേ നമുക്ക് ചില പാട്ടുകൾ പാടുമ്പോൾ അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വൈബ്രേഷനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ്? അത് തീർച്ചയായിട്ടും. അത് ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ TS രാധാകൃഷ്ണൻ സാർ ഏറ്റവും കൂടുതൽ ഭക്തിഗാനം ഇപ്പം നമുക്ക് ഒരു നേരമെങ്കിലും കാണാതെ ചെയ്തു. അപ്പം അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതൊന്ന്, സംഗീതം ഭക്തിഗാനത്തിന് സംഗീതം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു രാഗത്തിന് ഒരു വൈബ്രേഷൻ്റെ കാര്യം പറയുമ്പോഴാണ്, ഒരു രാഗത്തിലെ
ആ രാഗത്തിൻ്റെ ഭാവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാട്ട് എന്താണോ ആ കവി ഉദ്ദേശിക്കുന്നത് ഒരു നേരം ഒരിക്കൽ പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പം അത് റിക്വസ്റ്റ് നമ്മൾ ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് പോയി അതിൻ്റെ താഴത്തേക്കും പോകാനുള്ള അത്രയും താഴെയാണത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്ത രാഗം ദ്വിജാവന്തി എന്ന് പറഞ്ഞൊരു രാഗമാണ്. അപ്പം അതിലെ കൃതിയുണ്ട്, അഖിലാണ്ടേശ്വരി രക്ഷമാം ശ്രീ അഖിലാണ്ടേശ്വരി രക്ഷമാം. അപ്പോൾ അതിൽ ഒരു നേരമെങ്കിലും അത്രയും താഴെയാണ്. അപ്പം അതിന് നമ്മൾ ആ വരിക്ക് നമ്മൾ വേറെ ഏതെങ്കിലും വലിയൊരു രാഗം എടുത്തിട്ട് ആവശ്യമില്ലാത്ത പ്ലാൻസ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പാട്ടിന് ഒരു ജീവൻ ഉണ്ടാവില്ല. ഭഗവാന്റെ അടുത്ത് പറയുന്നത് ഇപ്പം നമ്മൾ ചിത്രകാരന്മാർ ചിലപ്പോൾ വരച്ചു വെച്ചിട്ടുണ്ടാവും, നല്ല പട്ട് സാരി ഉടുത്ത ഭയങ്കര ആഭരണമൊക്കെ നല്ല ജിമിക്കി കമ്മലൊക്കെ ഇട്ട സരസ്വതിനി ലക്ഷ്മിനെയാണ് നമ്മൾ കാണുന്നത്. അത് ആ സൗന്ദര്യബോധം മാത്രമുള്ള ആൾക്കാർ നോക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലല്ലോ. ശരിക്കും ആ ഒരു സൗന്ദര്യമുള്ളതാണോ ഈശ്വരൻ? ആണോ? അങ്ങനെയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭഗവാനിലേക്കുള്ളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വഴിയാണ്. ഒന്നും വളയാനും ഇല്ല, ഒന്നുമില്ല. ഇപ്പം ദക്ഷിണാമൃത സ്വാമിയൊക്കെ പറയും സംഗീതവുമായിട്ടുള്ള സംഗീതത്തിലെ രത്നങ്ങൾ, അതായത് ഇപ്പം സ്വരങ്ങൾ എത്രയോ സ്വരങ്ങളുണ്ട്. അപ്പോൾ സ്വരങ്ങൾ ഇപ്പം ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം, അതിൻ്റെ ശ്രുതിഭേദങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 13 സ്വരഭേദങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അതിൽ രാഗങ്ങൾ ജനിക്കുമ്പോൾ 72 മേളകർത്ത രാഗങ്ങൾ, അതിൽ എത്രയോ 1000-ൽ പരം ജന്യരാഗങ്ങളുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായ മുത്തുകളാണ്. ഇതെല്ലാം കയറ്റിയിട്ടുള്ള ഒരു വലിയ സ്വർണ്ണരഥം ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പം അതിൻ്റെ പുറകെ ഞാനും നീയും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു. സ്വാമി അങ്ങനെ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഓട്ടം തുടങ്ങിക്കൊണ്ടേയിരിക്കുക, ഓട്ടം നിർത്തരുത്. അപ്പം നമുക്ക് ജീവിതത്തിൽ എന്താ, സംഗീതം പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ചും കർണാട്ടിക് സംഗീതമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല. കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് കുട്ടികളോട് ഞാൻ പറയും, സംഗീതമൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് 20 വർഷമെങ്കിലും ചുരുങ്ങിയത് കർണാട്ടിക് സംഗീതം കൊണ്ടുപോകാൻ തുടങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ പറയുമ്പോൾ 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു ബിംബം മനസ്സിലുണ്ടാവും, ഒന്നുകിൽ യേശുദാസ് അല്ലെങ്കിൽ അങ്ങനെയുണ്ട്. ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ സംഗീതത്തിനെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബിംബമില്ലാതെയാണ് നമ്മൾ സംഗീതത്തിൻ്റെ അടുത്ത് സമീപിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദുർഗയും ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്മിയും സരസ്വതിയൊക്കെ പട്ടുസാരി ഉടുത്ത ആയിരിക്കില്ല. അതിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഈ മാസ്മരികമായിട്ടുള്ളൊരു ശക്തിയാണ്. അത് ഈ സംഗീതത്തിലുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സംഗീതം ചെയ്യാൻ ഇരുന്ന് കൊടുത്താൽ മതി, സംഗീതം വരും. പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഗുരുത്വത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സംഗീതം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇതെന്തിനു പ്രാക്ടീസ് ചെയ്യുന്നു, എത്ര നാൾ ചെയ്യണം, ഇത്ര നാൾ ചെയ്താൽ എന്ത് കിട്ടും, ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഗീതയൊക്കെ പറയേണ്ടി വരും, കർമ്മം ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട. പക്ഷേ എങ്കിലും ഇതിങ്ങനെ ഇതിങ്ങനെ അനുസ്യൂതമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ളത് വഴി തന്നില്ല. സൈക്കോളജിക്കലായിട്ട് ഞാൻ പറയും, സപ്തസ്വരങ്ങൾ 7 സുന്ദരികളായ കുട്ടികളായിട്ട് കാണാം. 7 സുന്ദരിയായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അതിൽ നമുക്ക് വഴങ്ങുന്ന ഒരു സ്വരം, വഴങ്ങാത്തൊരു സ്വരം എന്നുണ്ടാവും. അപ്പോൾ ആ വഴങ്ങുന്ന സ്വരത്തിന് നമ്മൾ കൂടുതൽ പാടും, ഈ വഴങ്ങാത്തതിനെ നമ്മൾ അങ്ങ് വിട്ടേക്കും. അപ്പോൾ ഈ 7 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടി പറയണം, അതെന്താ ഈ കുട്ടീനെ മാത്രം നോക്കണേ, അപ്പം ഞാൻ എന്തേ ഭംഗിയില്ലേ എന്ന് ആ അടുത്ത സ്വരം ആ കുട്ടി ചോദിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ അതിനെ അറിയും. അപ്പോൾ ഒരു രാഗവും ചെറുതും വലുതുമായിട്ടില്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യം. അപ്പോൾ വഴങ്ങാത്തതിന് വിട്ടുകളയരുത് എന്നാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളോട് ഞാൻ പറയുന്നത്. എൻ്റെ കുട്ടികളുടെ അടുത്തെല്ലാം ഞാൻ അങ്ങനെ, പിന്നെ എഴുതി ഞാൻ പഠിപ്പിക്കാറില്ല, കൂടുതൽ എഴുതി കൊടുക്കാറുണ്ട്. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് പാടി എന്നെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ക്ലാസ് തുടങ്ങുള്ളൂ. അല്ലാത്തൊരു വരണ്ട നിർബന്ധമില്ല. കേട്ട് പഠിക്കണം. തീർച്ചയായും കേട്ട് പഠിച്ച് അവർ പാടിയിട്ട് എന്നെ കേൾപ്പിക്കണം, എന്നാലേ ഞാൻ അടുത്ത ക്ലാസ് എടുക്കാറുള്ളൂ. പിന്നെ ഇത്ര വർഷം കൊണ്ട് ഇന്നതാ ചെയ്യാമെന്ന് ഞാൻ പറയാറില്ല. ഇപ്പം ദക്ഷിണാമൂർത്തി സാറിന്റെ എന്താ പറയുക, സ്വാമിയുടെ കടുത്ത ദൈവത്തിനെ പോലെ ആരാധിക്കുന്ന എങ്ങനെയാണ് സ്വാമിയിലേക്ക് വരാനുള്ളൊരു? സ്വാമിയുടെ അടുത്ത് വരാനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് എല്ലാം ഒരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ സ്വാമിയുടെ ശിഷ്യൻ എന്ന് പറഞ്ഞതുകൊണ്ട്, സ്വാമിയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു സീറ്റ് ഉണ്ടാവാൻ പാടില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗുരുനാഥൻ അതൊരു, ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പം ത്യാഗരാജ സ്വാമിനെ നമ്മളാരും കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളൂ പറഞ്ഞിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ത്യാഗരാജ സ്വാമിനെ പ്രസാദ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ അത്
ദക്ഷിണാമൂർത്തി സ്വാമിയിലൂടെ കണ്ടിട്ടുണ്ട്. പരമേശ്വരനെ കണ്ടിട്ടുണ്ടോ, ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ച ചില അങ്ങനെയുണ്ട്. അതും ആ ഒരു ഉപദേവതയായിട്ട് വരും ശരിക്കും പറഞ്ഞാൽ, അതിലേക്ക് എത്തിക്കാൻ. മോൻ ഇന്ന് അവിടെ പോയി ഇന്ന് ആളുടെ അടുത്തേക്ക് എത്തിക്കാൻ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ ഗുരുത്വത്തിൽ നോക്കുമ്പോൾ നമുക്ക് അവരൊരു, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം പറയുന്നത്. കാരണം അവരെ ഒരു ഗുരുവായിട്ട് മാത്രമല്ല, ഞാനൊരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ദൈവമായിട്ട് തന്നെയാണ് കാണുന്നത്. എത്താൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാമി എന്തുകൊണ്ടോ എനിക്ക് ദക്ഷിണാമൂർത്തി സ്വാമി എന്താണെന്ന് ഞാൻ പിന്നെ അറിയുന്നത്. നമ്മൾ വളർന്നു വരുമ്പോഴല്ലേ അദ്ദേഹത്തിന് ഇത്ര പടം ചെയ്തു, അദ്ദേഹം മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു, ഇതൊക്കെ പിന്നെ അറിയുന്നത്. ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്തു, ശിവകുമാരൻ തമ്പി പാട്ട് എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പാട്ടുകളൊക്കെ നമ്മുടെ സമയം അല്ലാത്തതുകൊണ്ട്, നമ്മുടെ ഈ ദാസേണ്ട സമയം ഈ ഒരു സമയത്തല്ലേ നമ്മൾ ജനിച്ചത്. പഴയ കാലം നമുക്ക് ഒരു വയലാറിൻ്റെ അത്ര ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് സ്വാമീനെ എന്തോ എനിക്ക് സ്വാമിയുടെ അടുത്ത് പോകണം, സ്വാമിനെ കാണണം എന്ന് എന്തുകൊണ്ടോ തോന്നിയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ചെറുമകൻ്റെ ഒക്കെ അവരുപയോഗിക്കുന്ന ഒരു ഡയറി ഉണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് എനിക്ക് സ്വാമിയുടെ അടുത്ത് പഠിക്കാൻ പോകണം എന്ന് പറയാനുള്ള പ്രാപ്തനായിട്ടില്ല, ഞാൻ ചെറിയ ചെക്കനാണ്. അപ്പോൾ പ്രത്യേകിച്ചും ദക്ഷിണാമൂർത്തി സ്വാമീൻ്റെ ശിക്ഷണം സ്വീകരിക്കാനുള്ള പ്രാപ്തി ഇല്ല എനിക്ക്. കാരണം അദ്ദേഹം ആ ഒരു തലം വിട്ട് മറ്റൊരു തലത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് നമ്മളെപ്പോലെ ആൾക്ക് പ്രാഥമികമായിട്ടുള്ള വരിശകൾ പറഞ്ഞു തരാൻ സമയമുണ്ടോ? ഇല്ലാതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ പറയാനുള്ള മടി കൊണ്ട് ഒരു എഴുത്തെഴുതി വെച്ചിട്ട് ഞാൻ എസ്കേപ്പ് ചെയ്തു. എനിക്ക് പോകാൻ വേറെ ഒരു സ്ഥലമൊന്നുമില്ല. ഞാൻ നേരെ മൂകാംബികയ്ക്ക് പോയി. ഒരു 3 days കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഇവിടെ ഇങ്ങനെ കലങ്ങി തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഒരു ദക്ഷിണാമൂർത്തി ഭക്തനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഞാനൊരു പുഴുവല്ലേ, ഈ ഇളയരാജനെ കൊണ്ടാങ്ങാണ്ട് പറയിപ്പിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് പോയി, നടക്കാത്ത സ്വപ്നം. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു നിയോഗം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ പേടിക്കണ്ട, നീ അങ്ങോട്ടൊന്നും പോകണ്ട, സ്വാമി ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ 2010 ഏപ്രിൽ 10 വിഷുവിനും കുറച്ച് ദിവസം മുന്നേ പയ്യന്നൂർ ഞാൻ പഠിച്ചു വളർന്ന ശുദ്ധലയ സംഗീത വിദ്യാലയത്തിൽ അദ്ദേഹം 4 ദിവസം അവിടെ ശില്പശാലയ്ക്ക് അദ്ദേഹം വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത് മുതൽ അദ്ദേഹത്തിന് പരിചരിക്കാനുള്ള നിയോഗം എനിക്കുണ്ടായി. അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ, ഞാൻ താഴെ ഇരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത്, നമ്മളന്ന് ഈ വർണ്ണമൊക്കെ പഠിച്ച് ഇങ്ങനെ സ്വരജതികൾ ജതിസ്വരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് വരുന്നതേ ഉള്ളൂ സംഗീതത്തിലേക്ക്. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ ദർബാരി കാനഡൻ്റെ ഗാന്ധാരൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, നമുക്കറിയില്ല. അപ്പോൾ സംഗീത കുലപതി ദക്ഷിണാമൂർത്തി സ്വാമിനെ കണ്ടിട്ട് ഇങ്ങനെ സൂര്യൻ്റെ മുന്നിൽ നിൽക്കും പോലെ ഞാൻ നിൽക്കുവാണ്. ഇത് സത്യമാണ്, കണ്ണൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു, കാരണം ഇത് സ്വപ്നമാണ്. അപ്പം അദ്ദേഹം നമ്മളോട് പറയാണ്, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയുണ്ട്. അപ്പം ആ ഗാന്ധാരം ഉണ്ടല്ലോ, അവനെ പിടിച്ച് ഇങ്ങോട്ട് വരണം, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. അവനെ പിടിച്ച് ഈ ദർബാരി കാനഡയിലെ ഗാന്ധാരത്തിൽ അവനെ പിടിച്ച് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്ത് ഗാന്ധാരം, എങ്ങനെ അങ്ങനെ അറിയാം, അന്തരഗാന്ധാരം അതൊക്കെ പഠിച്ചു. പക്ഷെ ഇതൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചെടുക്കാൻ പറ്റാത്തൊരു പ്രായത്തിലുള്ള എന്നോട് അദ്ദേഹം സംസാരിക്കുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന് എന്ത് വലിപ്പച്ചെറുപ്പുണ്ട്. KJ യേശുദാസ് എന്ന് പറയുന്ന ആളിന്റെ അച്ഛനെ പഠിപ്പിച്ച്, അദ്ദേഹത്തിന്റെ മകനെ പഠിപ്പിച്ച്, ഇപ്പോഴത്തെ തലമുറയിലെ അമ്മയെന്ന് പറഞ്ഞ മോളെ വരെ പഠിപ്പിച്ച അദ്ദേഹം നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹം ശരിക്ക് ഇതല്ലേ ദൈവം? ദൈവത്തിന് വലിപ്പച്ചെറുപ്പില്ലല്ലോ. എല്ലാം നിങ്ങൾ ചോദിച്ചാലും ദൈവം അത് ചെയ്തു തരും, ഞാൻ ചോദിച്ചാലും തരും. അദ്ദേഹത്തിന് ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതല്ലേ ദൈവം? അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പം എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആഗ്രഹം ഒന്നുകൂടി എനിക്ക് ശിഷ്യനായേ പറ്റൂ. അപ്പം അങ്ങനെ ഞാൻ എഴുതി വച്ചത് അദ്ദേഹം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പേടിച്ച് പറയും പോലെ എന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, സ്വാമി ഇവന് സ്വാമിൻ്റെ ശിഷ്യനാവണം, ഒരടങ്ങാത്ത മോഹം കൊണ്ട് നടക്കണം. അപ്പം അദ്ദേഹം എന്നെ അടിമുടി ഒന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, ആരാ മൂർത്തി എന്ന് ചോദിച്ചു. അപ്പം അതിനു മുമ്പ് എനിക്ക് കുറച്ച് ബാക്കിൽ കുറച്ച് മുടി വളർത്തുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അതന്ന് ഇന്നും ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മുടിയൊക്കെ അത് കൊള്ളുകയല്ല, അത് കളയണമെന്ന് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ മുടിയല്ല തലയെ വെട്ടി കളയാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം എൽദോനെ സിനിമയിലെടുത്തു എന്ന് പറഞ്ഞ പോലെ എടുത്തു. അപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് അതല്ലേ ഞാൻ പറഞ്ഞു, ഒരു ഉപാസനാമൂർത്തിയൊന്നും നമുക്കില്ല, അങ്ങനെ ചിന്തിക്കാനൊന്നും ആയിട്ടില്ല നമ്മൾ. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന ആളല്ലേ നമ്മൾ. അങ്ങനെ
അപ്പം ഞാനെന്തോ അവിടെ ഇവിടെയും തൊടാതെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ വായെന്ന് വന്നത് മൂകാംബിക അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഞാനെന്ത് തരാനാ നിനക്ക്, ഇതെല്ലാം മൂകാംബിക കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവനെ ഞാൻ നോക്കണ്ടെന്നാണോ? അപ്പം എനിക്ക് സങ്കടമായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഏപ്രിൽ 13-ാം തീയതി വിഷു നാളെ അദ്ദേഹം എനിക്ക് എന്നെ ഒരു രുദ്രാക്ഷം എൻ്റെ കഴുത്തിൽ ഇട്ട് തന്ന് ശിഷ്യനായിട്ട് സ്വീകരിച്ചു. അപ്പം അദ്ദേഹം ആദ്യം തന്നെ എനിക്ക്, സാധാരണ എല്ലാ ഗുരുനാഥന്മാരും ആരായാലും സംഗീതം തുടങ്ങുമ്പോൾ ഒരു ഗണപതിൻ്റെ കൃതിയും ഒക്കെ അല്ലോ പറഞ്ഞു തരാം. അപ്പോൾ അവിടെ ഇരുത്തി ഞാൻ ആ നിലത്ത് തന്നെ ഇരിക്കുകയാണ്. അവിടെ മാലയ്ക്ക് എൻ്റെ കഴുത്തിലിട്ടൊന്നും ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്നു വീണ്ടും. അപ്പോൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് ആനന്ദ ഭൈരവി രാഗത്തിലൊരു കൃതിയാണ്. അത് അമ്മേ നാരായണ എന്ന് തുടങ്ങുന്ന ഒരു കൃതിയാണ്. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. സിമ്പിളാണ്. ചിന്മയേ സച്ചിദാനന്ദ ഭൈരവി, ചിന്മയേ സച്ചിദാനന്ദ ഭൈരവി. ആനന്ദ ഭൈരവിയാണ്. അപ്പം ആ ആനന്ദ ഭൈരവിയാണ് രാഗത്തിൻ്റെ പേര്. അപ്പോൾ ആനന്ദം, അത്ര ആനന്ദം ഉണ്ടാവണം. സ്വാനന്ദം സംഗീതം. എനിക്ക് ആനന്ദം ഉണ്ടെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് ആനന്ദം ഉണ്ടാവുള്ളൂ. അതാണല്ലോ സംഗീതം. അപ്പം അങ്ങനെ അത് പറഞ്ഞു. അപ്പം എനിക്ക് ഒന്നുകൂടി ബോധ്യായി, ഇതെന്തോ ഒരു നിയോഗം തന്നെയാണ്. കാരണം എന്നെ പഠിപ്പിക്കുന്നതും അമ്മയുടെ കൃതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പിന്നെ എനിക്ക് ജോലി കിട്ടിയ CBL അതൊക്കെ ഞാൻ കളഞ്ഞു, വേണ്ടാന്ന് വെച്ചു. അതൊന്നും എനിക്ക് ഇപ്പോഴും എനിക്കതിന് വിഷമമൊന്നുമില്ല, അത് കളഞ്ഞു എന്ന് വെച്ചിട്ട്. അത് എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ജോലി എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ പോകില്ല അമ്മയെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വാമിയുടെ കൂടെ പോകാൻ അത് കിട്ടുകയെന്ന് വലിയ ഭാഗ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ഇപ്പം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൂടെ തന്നെ പോയിട്ട് തന്നെ ഞാൻ തമ്പി സാറിൻ്റെ വീട്ടിലൊക്കെ പോയി കിടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് പറഞ്ഞാൽ സംഗീതത്തിനെ കുറച്ചുകൂടി ഗൗരവമായിട്ട് ചിന്തിക്കാനും ഞാൻ കണ്ടതൊന്നും അല്ല സംഗീതം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഞാനിപ്പോൾ പൊതുവെ പറയാം, എന്നെ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ, മറ്റുള്ളവരെ നമ്മൾ കമ്പയർ ചെയ്യണ്ടല്ലോ. എൻ്റെ അനുഭവം വെച്ച് തന്നെ പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഓണാഘോഷ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ആ ഓണാഘോഷ പരിപാടി കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു സമ്മാനമൊക്കെ ഫസ്റ്റ് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറും, ഒരു നടപ്പൊക്കെ മാറ്റുന്ന. അത് എനിക്കങ്ങനെയായിരുന്നു. നമ്മുടെ അനുഭവം പറഞ്ഞാൽ മതി. അപ്പം അതിനെ മാറ്റാനുള്ള ഏറ്റവും വലിയൊരു ഉപാധി സ്വാമിയായിരുന്നു. കാരണം അത് ആദ്യമേ ഉരുകി തീർന്നു. അതായത് നമ്മൾ മെഴുകുതി കത്തിച്ചാൽ കുറച്ചെങ്കിലും ഇവിടെ ബാക്കിയുണ്ടാവും. അതിൻ്റെ കുറച്ച് നേരെ വെച്ച് കർപ്പൂരം കത്തിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ആ ഇരിക്കുന്ന സ്ഥലം അവിടെ ഒരു കറുപ്പ് കളറേ ഉണ്ടാവും അല്ലേ. അപ്പം അതുപോലെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം, എന്തോ സംഗീതം എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എന്തോ അഹങ്കരിക്കുന്നു തോന്നൽ മുഴുവൻ അവിടെ ലയിച്ചൊന്നും ഇല്ലാതായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയ മഹാരഥനാണ് എൻ്റെ അടുത്ത് ഗാന്ധാരത്തിൻ്റെ വേരിയേഷൻ പറയുന്നത്, ഈ ചെക്കൻ ആയിട്ടില്ല. സ്വാമിയുടെ അടുത്ത് ഞാനിപ്പം ഒരു ഗുരുനാഥനെയും കമ്പയർ ചെയ്യുന്നതല്ല, ആരെയും കുറ്റം പറയുന്നതല്ല. പക്ഷേ നമ്മളൊരു യൂണിവേഴ്സിറ്റി പോയിട്ട് 2 വർഷം സംഗീതം പഠിക്കുന്നതും ദക്ഷിണാമൂർത്തി സ്വാമിൻ്റെ മുന്നിൽ 2 മണിക്കൂർ ഇരിക്കുന്നതും തുല്യമാണെന്ന് ഞാൻ പറയും. കാരണം സ്വാമി ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു 2 വർഷമെങ്കിലും വ്യാഖ്യാനിച്ചെടുത്തിട്ട് അതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. ഞങ്ങൾക്കപ്പോൾ കടന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ടുണ്ട്, ആ ഉത്തരം കിട്ടൂല. അദ്ദേഹം അങ്ങനെ കൊള്ളിച്ചേ പറയുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് നേരിട്ട് അങ്ങ് പറയുന്നില്ല. ആ പറഞ്ഞ നമ്മൾ ഇത് എനിക്ക് വെച്ചതാണ്. ഇപ്പൊ സ്വാമിയുടെ അടുത്ത് നിന്നും കിട്ടിയ മറക്കാനാവാത്ത അനുഭവങ്ങൾ അത് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അത് നമുക്ക് ഇപ്പം ഞാൻ എടുത്തു പറയാനാണെങ്കിൽ നമുക്ക് 1 ദിവസമോ 2 ദിവസമോ പറഞ്ഞാൽ തീരില്ല. കാരണം സ്വാമിയുടെ അടുത്ത് ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദേവലോകം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭഗവാന്റെ അടുത്തായിരിക്കുന്നു. ഞാൻ ദേവലോകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് എനിക്ക് വളരെ ഏറ്റവും കൂടുതൽ എനിക്ക് മറക്കാമെന്നല്ല, ഞാൻ ഉള്ള കാലം വരെ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ചില മിത്തുകളുണ്ട്. അദ്ദേഹം എന്നിൽ അവശേഷിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനം ഒന്ന്, അദ്ദേഹം എനിക്ക് മന്ത്രദീക്ഷ തന്നു എന്നുള്ളത്. പ്രത്യേകിച്ചും സംഗീതം പഠിക്കുന്ന ഒരു കുട്ടിക്ക് മന്ത്രദീക്ഷ അത് ചിന്തിക്കേണ്ട കാര്യമില്ല. കർണാട്ടിക് സംഗീതം പഠിക്കുന്ന ഒരാൾക്ക് ഗുരുനാഥൻ, ശിഷ്യൻ എന്ന് പറയുമ്പോൾ സംഗീതത്തിലെ ഗുരു ആണ്. പക്ഷെ സ്വാമി ഒരു സംഗീത ഗുരു മാത്രമല്ലല്ലോ, ഒരു ആധ്യാത്മിക ഗുരു കൂടിയാണ്. അത് കേരളത്തിൽ തന്നെ മുതിർന്ന ഗായകന്മാർ സ്വാമിയായിട്ട് കൂടുതൽ അടുപ്പമുള്ള അവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. കാരണം അവരുടെ അനുഭവം അങ്ങനെയായിരിക്കും. സ്വാമിയുടെ അടുത്ത് 10 മിനിറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സ്വാമി എനിക്കൊരു ദീക്ഷ, അദ്ദേഹം
എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിന് അത് ദീക്ഷയൊന്നും പെട്ടെന്ന് പ്രസാദ ദീക്ഷ തരുന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി വെച്ചതൊന്നും അല്ല, അങ്ങനെ ആ സമയത്ത് സംഭവിച്ചതാണ്. അതായത് അദ്ദേഹം എനിക്ക് 12 വർഷത്തിന് ശേഷം, ആ 12 വർഷത്തിന് ശേഷം എന്നോട് ചെന്നൈയിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ മൈലാപ്പൂർ ബാലകൃഷ്ണ റൂട്ടിലാണ് ഗുരുനാഥൻ്റെ ഫ്ലാറ്റ്. അവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രസാദിന്, അപ്പോൾ രുദ്രാക്ഷം വീണ്ടും അദ്ദേഹം ഒരു പഞ്ചമുഖ രുദ്രാക്ഷം വെള്ളിയിലൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഞാൻ തന്ന മാല ജപമാലയാക്കാനും ഈ മാല പിന്നെ വെച്ചോളാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ജപിച്ചത് എൻ്റെ കഴുത്തിലേക്ക് ഇട്ടു. അത് ഇട്ട് തന്നപ്പോൾ ഞാൻ എവിടെയോ ആണ്, എൻ്റെ കാലിൻ്റെ ഇവിടെ താഴെ മണ്ണൊന്നുമില്ല, ഞാൻ ഇവിടെ വായുവിൽ നിൽക്കണം, എയറിൽ നിൽക്കുന്ന ഒക്കെ പറയില്ലേ അങ്ങനെ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക്? എന്നെ കൊടുക്കുമോ? ഞാൻ എന്തു ചെയ്യും? അത് എന്നെ മുന്നേ കൊടുത്തു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഗുരുപാദ പൂജയാണ് എൻ സാധകം, ഗുരുമൊഴിയിലാണ് എന്നും എൻ വീഥികൾ, ദുഷ്ചിന്തയകലാൻ സച്ചിന്ത കൈവരാൻ അവിടുത്തെ വരമാണ് സപ്തസ്വരങ്ങൾ. ഒരു വെറും സംഗീതമല്ല, ഒരു വരം തന്നെയാണ് നിയമം. പറഞ്ഞതല്ല, പറഞ്ഞു പോയതാണ്. അപ്പോൾ അടുത്തത് എന്താണ്? ഇങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടല്ലോ ഇവിടെ, ഇല്ലേ? നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് എന്തായാലും എടുത്ത് കാണിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടെ ഒരു ശേഷിപ്പുണ്ട് ഇവിടെ. അപ്പോൾ എൻ ജീവരാഗത്തിന് ആരോഹണങ്ങളിൽ, എൻ്റെ ജീവിതം ഒരു രാഗമാണ്. 72 രാഗമുണ്ട്. ഇപ്പോൾ 73ാമത്തെ ഒന്നുണ്ട് പ്രസാദ്. അങ്ങനെ ചിന്തിക്കാലോ. ആ എൻ ജീവരാഗത്തിന് ആരോഹണങ്ങളിൽ ശ്രുതിയായി ചേരണം ഗുരു കടാക്ഷം. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഇലക്ട്രിക് ശ്രുതി വെക്കും, ഇല്ലെങ്കിൽ ഒരു ശ്രുതി ബോക്സ് വെക്കും. അപ്പോൾ എൻ്റെ ശ്രുതി അതല്ല. നമ്മൾ പറയുമ്പോൾ ശ്രുതി അമ്മ ലയമച്ഛൻ എന്ന് പറയും അങ്ങനെ. പക്ഷെ എൻ്റെ ശ്രുതി അതല്ല. ശ്രുതിയായി ചേരണം ഗുരു കടാക്ഷം, അതാണ് എൻ്റെ ശ്രുതി. താളമായി മേളമായി, ഈ താളവും മേളം ഉണ്ടെങ്കിലേ പാട്ട് ശരിയാവുള്ളൂ. അപ്പം താളമായി മേളമായി കൂടെയുണ്ടാവണം ഗുരുവെന്നിൽ അണിയിച്ച രാഗരുദ്രാക്ഷം. ആ രുദ്രാക്ഷം രാഗങ്ങളുടെ രുദ്രാക്ഷമാണ്. ഇത് നമ്മൾ എഴുതിയല്ല, എഴുതി തയ്യാറാക്കിയിട്ട് പോകുന്നതല്ല. അപ്പം അതെങ്ങനെ വന്നു എന്ന് ചോദ്യമില്ല. അത് അപ്പം നിങ്ങൾ അതൊക്കെ ഇപ്പം അത് ആ ഒരു വീഡിയോ ആയിട്ട് ഉള്ളതുകൊണ്ട് ഞാനും ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് കേൾക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലേശം അഹം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുത്ത് കേട്ടാൽ മതി, അപ്പോൾ അത് അങ്ങ് പോകും. അപ്പം അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അദ്ദേഹം സ്റ്റില്ല് എങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എന്തോ ഇവൻ പറയുന്നു. അപ്പം അദ്ദേഹം പറയാം, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിൻ്റെ അടുത്ത്. മോൻ്റെ അടുത്ത് ഞാനൊന്നും പറയാം, കുഞ്ഞു തന്നെ വിളി, കുഞ്ഞിൻ്റെ അടുത്ത് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പം കുഞ്ഞിന് തോന്നും അത് കുഞ്ഞ് പറഞ്ഞതാണെന്ന്. നല്ല കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അതാണ്. നീയൊന്നല്ല പറഞ്ഞത് എന്നർത്ഥം, നിന്റെ മിടുക്കല്ല എന്നർത്ഥം. മനസ്സിലായി? അതാണ് സ്വാമിയുടെ സ്റ്റൈൽ. അത് അദ്ദേഹം നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. എന്നിട്ട് അതൊന്നുകൂടി പറഞ്ഞു, ഇതെപ്പോഴും വേണം, ഇങ്ങനെയാണ് എന്ന്. മനസ്സിലായില്ലേ? എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു 4 പേര്. ഗുരുപാദ പൂജയാണ് സാധനം, ഗുരുമൊഴിയിലാണ് എന്നും എൻ വീഥികൾ, ദുശ്ചിന്തയകലാൻ സച്ചിന്ത കൈവരാൻ അവിടുത്തെ വരമാണ് സപ്തസ്വരം. എൻ ജീവരാഗത്തിന് ആരോഹണങ്ങളിൽ ശ്രുതിയായി ചേരണം ഗുരു കടാക്ഷം, താളമായി മേളമായി കൂടെ ഉണ്ടാവണം ഗുരുവെന്നിൽ അണിയിച്ച രാഗരുദ്രാക്ഷം. നമുക്കിപ്പോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നിയതല്ലേ? ഇത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയതല്ലേ? നിങ്ങൾ വിചാരിക്കാൻ തോന്നിയില്ല, ഇല്ല, തോന്നിപ്പിച്ച അതെപ്പോഴും ഉണ്ടായിരിക്കണം മനസ്സിൽ. അല്ല, അതെപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയാം. തോന്നിപ്പിച്ചതാ. അപ്പോൾ സ്വാമിക്ക് വേണ്ടി നമുക്ക് നല്ല ചേട്ടന് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, ചേട്ടന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് നമുക്ക് പാടിയാലോ? 4 പേര്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള മിഴികൾ സാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൽ ONV സാറിൻ്റെ വരികൾക്ക് അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. അമ്മേ നീയൊരു ദേവാലയം, നന്മകൾ പൂവിട്ട് പൂജിക്കുമാലയം ദേവാലയം. അമ്മേ നീയൊരു ദേവാലയം, നന്മകൾ പൂവിട്ട് പൂജിക്കുമാലയം ദേവാലയം. അമ്മേ
അപ്പോൾ ചേട്ടൻ ഇപ്പം സിനിമയിലേക്കുള്ള വരാനുള്ള ഒരു കോളൊക്കെ എങ്ങനെയായിരുന്നു? എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്? സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ആദ്യം വന്നിരിക്കുന്നത് കല്യാണരാമൻ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോഴാണ് ഞാൻ ബേണി ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിൻ്റെ അവരുടെ അടുത്ത് എത്തിപ്പെടുന്നത്. അതും ഒരു നിയോഗമാണ്. ഞാൻ ആലുവ KSRTC ഗ്യാരേജിൽ അപ്രൻറ്റീസായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ബേണി ഇഗ്നേഷ്യസ് എന്ന് പറയുന്നത് ഇഗ്നേഷ്യസ് സാർ അവിടെ ജോലി ചെയ്യുമായിരുന്നു. അപ്പം അതിനു മുന്നേ അവരെ പരിചയമുണ്ട്. പക്ഷേ അവിടെ ഞാൻ ചെറിയ ഇതുപോലെ എന്തെങ്കിലും യാത്രയപ്പോൾ പരിപാടികളൊക്കെ ഉള്ളപ്പോൾ ഞാൻ പാട്ട് പാടും. അപ്പോൾ അങ്ങനെ അവിടുത്തെ എല്ലാവരുടെയും ഒരു സ്നേഹത്തിന് പത്രീഭൂതൻ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ അവർ പറഞ്ഞു, എടാ ഇവിടെ സാറ് വർക്ക് ചെയ്യുന്നുണ്ട്, നീ സാറിനൊന്ന് കാണാൻ പാടില്ല. അപ്പം ഞാൻ സാറ് ആര്? ഇഗ്നേഷ്യസ് സാർ. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രസാദ് നേരെ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് കത്തിർക്കടവിലേക്ക് എന്നെ വരാൻ പറഞ്ഞു. അപ്പം ഞാനൊരു ലീവുള്ള ദിവസം ഒരു ഞായറാഴ്ച എന്തോ അദ്ദേഹം പള്ളിയിലൊക്കെ പോയി വരുന്ന സമയം നോക്കിയിട്ട് അവിടെ വീട്ടിൽ ചെന്നു. അപ്പം അങ്ങനെയാണ് അദ്ദേഹം അന്ന് കല്യാണരാമൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണരാമൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏകദേശം അത് തീരുന്ന സമയം. അത് കഴിഞ്ഞ് വെട്ടമാണ് ചെയ്യാമോ. ആ സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവിടെ തന്നെ ഇരുന്ന് നിൻ്റെ ജന്മം അങ്ങനെ സംഗീതം ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത ഭക്തിഗാനങ്ങളുടെ CD ഒക്കെ സാറ് വാങ്ങിച്ചു വെച്ചു. ആ പാട്ട് ഞാൻ കേട്ടിട്ട് അഭിപ്രായം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ എഴുതുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹം എന്നെ 1-2 പാട്ടുകളൊക്കെ പാടിച്ചു. അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ടുകളും പാടിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അന്ന് ലാൽ മീഡിയ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ അന്ന് എളമക്കരയായിരുന്നു. ആ സ്റ്റുഡിയോയിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. ഇതിൻ്റെ മാനേജർ ജിനോയ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്. പറഞ്ഞു വിട്ട് അങ്ങനെ ആണ് ഞാൻ ട്രാക്ക് സിംഗർ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റുഡിയോയിലേക്ക് ജോലി വരുന്നത്. അപ്പോൾ എന്നെ ആ ജോലിയിലേക്ക് കൊണ്ടുവന്നത് സാറാണ് ഇഗ്നേഷ്യസ് സാർ എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹം ഞാനിപ്പോഴും സാറെന്ന് വിളിക്കാറില്ല, ഏട്ടൻ എന്ന് വിളിക്കും, വലിയേട്ടൻ. അങ്ങനെ അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നീ ഒരു ട്രാക്ക് സിംഗറായിട്ട് നിൻ്റെ ജന്മം പാഴായി പോകും. അത് നീ നമ്മുടെ കൂടെ നിന്നോ, എന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകളൊക്കെ ചെയ്ത് നീ നമ്മുടെ കൂടെ തന്നെ നിന്നു. അങ്ങനെ ഞാൻ ആ വീട്ടിലെ ഒരു മെമ്പറായി. എല്ലാ കാര്യങ്ങൾക്കും എന്നോട് പറയും. എവിടെ വീട്ടിലൊരു കാര്യം ഉണ്ടെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ആ ഒരു ബന്ധം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രസാദ് ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രസാദിന് സംഗീതം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രസാദ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു പടം വന്നു. അന്ന് അലി അക്ബർ സാർ ചെയ്യുന്ന ഒരു പടം. അപ്പോൾ അത് പിന്നെ ഞാൻ അതുമായിട്ട് യോജിച്ചില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉദ്ദേശിച്ച ഓർക്കസ്ട്ര അവർ തരില്ല പറഞ്ഞു. ചെറിയ ഓർക്കസ്ട്രയിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നീ അത് വേണ്ടാന്ന് വെച്ചോളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർക്കസ്ട്ര തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ, എനിക്ക് ആദ്യം തന്നെ ഒരു പാട്ട് ചെയ്യുമ്പോൾ അതിൽ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അത് വെച്ച് അളക്കും ആൾക്കാർ. അപ്പോൾ അതിനുശേഷം ഞാൻ ചെന്നൈയിൽ ഇളയരാജ സാറിൻ്റെ മൂത്ത മകൻ കാർത്തിക് രാജ കമ്പോസ് ചെയ്ത മനതോട് മഴക്കാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടത്തിൽ അതിൽ ജാസി ഗിഫ്റ്റൊക്കെ പാടിയിട്ടുണ്ട്, മധുചേട്ടൻ അതിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പിന്നെ ജിബിൽ വർക്ക് ചെയ്യായിരുന്നു. സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ നോക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ജിബിൽ അസിസ്റ്റന്റ് ഓപ്പറേറ്ററായിട്ട് കൂടെ പോകുന്നുണ്ടായിരുന്നു, മ്യൂസിക് മാത്രമല്ല. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അതിരപ്പള്ളി പോകുമ്പോഴാണ് അവിടുത്തെ ഡയറക്ടർ എന്നെ കൊണ്ട് പാട്ട് പാടിക്കുന്നത്. ഉച്ചക്ക് ഊണിൻ്റെ സമയത്ത് എന്നെ കൊണ്ട് പാട്ട് പാടിച്ചപ്പോൾ ഞാൻ ഗംഗ എന്നുള്ള പാട്ട് പാടി. അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു, പ്രസാദേ ഞാൻ ഈ പടത്തിൽ 5 പാട്ടുണ്ട്, 5ഉം റെക്കോർഡ് ചെയ്ത് കളഞ്ഞല്ലോ, ഇല്ലെങ്കിൽ ഞാൻ പ്രസാദിനെ ഒരു പാട്ട് പാടിപ്പിച്ചേനേന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വൈകുന്നേരം ഷൂട്ടിംഗ് 3 ദിവസം കണ്ട് കഴിഞ്ഞിട്ട് ചെന്നൈയിലേക്ക് പോകുമ്പോൾ എനിക്ക് അഡ്രസ്സും നമ്പറൊക്കെ തന്നിട്ട് പ്രസാദിനെ ഞാൻ വിളിക്കും. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹം ഒരു ടൈറ്റിൽ ഒരു 8 വരി പാട്ട് കാർത്തിക രാജനെ കൊണ്ട് മ്യൂസിക് ചെയ്തിട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചു ആ പടത്തിൽ തന്നെ. അങ്ങനെയാണ് ഒരു പടത്തിൽ പാടിയെന്ന് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അതായിരുന്നു എൻ്റെ ഒരു പാട്ട്. ഞാൻ പിന്നെ അതിനുശേഷം ഒരുപാട് ട്രാക്ക് സിംഗേഴ്സിന് വേണ്ടി ട്രാക്ക് പാടിയിട്ടുണ്ട്, പക്ഷെ അത് തന്നെ ഞാൻ പാടിയിട്ടുള്ളൂ തമിഴിൽ. അപ്പോൾ പിന്നെ മലയാള സിനിമയിൽ ചില പാട്ടുകൾ എനിക്ക് വേണ്ടി വെച്ചിരുന്നു, സാറ് തന്നെ ഇഗ്നേഷ്യസ് സാർക്ക് വെച്ചിരുന്നു. അത് പിന്നെ ഈ സാറ്റലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നതുകൊണ്ട് വലിയ ഗായകന്മാരെ പാടിക്കണം എന്നുള്ളത് അതിൽ നമുക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. പിന്നെ എനിക്ക് മനസ്സിൽ തട്ടിയ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രൊജക്റ്റ് പറയുമ്പോൾ അതിനൊരു ഇത് കൂടെ പറഞ്ഞു. കാരണം ഇഗ്നേഷ്യസ് സാർ എൻ്റെ അടുത്ത് രവീന്ദ്ര മാഷിനെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ അടുത്ത് പോയപ്പം ഏജ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് കല്ലൂരുള്ള അവിടെ താമസിക്കുന്നിടത്തേക്ക് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ട് ഞാനപ്പോൾ എൻ്റെ CD ഒക്കെ കൊടുത്തു. അദ്ദേഹം അതിൻ്റെ താഴെ പേനേനെ കൊണ്ട് ഇങ്ങനെ കോറി വെച്ചു എൻ്റെ പാട്ട്. അതൊരു വലിയ സംഭവമായിട്ട്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇഗ്നേഷ്യസ് സാറിനോട് പറഞ്ഞു, ഞാൻ മോൻ്റെ ആ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ കേട്ടിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പോകുമ്പോൾ പറഞ്ഞിരുന്നു, നീ സാറിൻ്റെ അടുത്ത് ഒരുപാട് വർത്തമാനം പറയിപ്പിക്കേണ്ട സാറിനെ കൊണ്ട്, വേഗം അവിടെ നിന്ന് ഇറങ്ങണം. കാരണം അദ്ദേഹത്തിന് ത്രോട്ട് പ്രശ്നമുള്ള സമയമായിരുന്നു, ചെറിയ അസുഖമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മാഷ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഇഗ്നേഷ്യസ് സാറിൻ്റെ അടുത്ത് രവീന്ദ്ര മാഷ് പറഞ്ഞിരുന്നു, ആ കുഞ്ഞിന് ഞാനൊരു പാട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഗ്നേഷ്യസ് സാർ അതിനുശേഷം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ എൻ്റെ മാമൻ വന്നിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇപ്പം ഭയങ്കര ഭാഗ്യവാനാണ്, ഈ രവിയേട്ടൻ ഇങ്ങനെ ഒരു പാട്ട് ഇവന് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല, ഇവന് വിഷമാവുന്നതുകൊണ്ട് ഞാനത് പറയാത്തത്. പിന്നെ അദ്ദേഹം എന്നെ സമാധാനിപ്പിക്കാനായിരിക്കാം പറഞ്ഞു. രവീന്ദ്ര മാഷ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ്, ഒരു ദൈവികതയുള്ള ഒരു സംഗീതത്തിൽ. അദ്ദേഹം ഒരു പാട്ട് പ്രസാദിന് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ പ്രസാദിന് കൊണ്ടേ തരും എന്ന് പറഞ്ഞ പോലെ. അത് ഇനിയിപ്പോൾ പ്രൊജക്ടിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പടം, ഒരു മലയാളം സിനിമ 3 പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു, അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് കൊല്ലൂർ ആയിട്ട് ബന്ധപ്പെട്ട മനോജ് കെ ജയനൊക്കെ. പിന്നെ വേറൊരു കാര്യം, മനോജ് ഏട്ടൻ ഒരു പാട്ട് എൻ്റെ ഇതിപ്പം പാടാൻ പോകുന്നുണ്ട്. മനോജ് കെ ജയൻ ഒരു ഭക്തിഗാനം. അദ്ദേഹം എൻ്റെ അടുത്ത് ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം പാടാന്ന് പറയും. അതാണ് ഇപ്പോൾ അത് ഭക്തിഗാനം. ആ പാട്ട് തന്നെയാണ് നമ്മൾ ഈ പടത്തിനേക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യം. പിന്നെ ഇപ്പോൾ അതാ വിജയലക്ഷ്മിക്ക് ഇപ്പോൾ ഒരു 1-2 പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭക്തിഗാനങ്ങൾ പിന്നെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഫാമിലിയെ കുറിച്ച്? ഫാമിലി, പിന്നെ എൻ്റെ ഭാര്യ മ്യൂസിക് ടീച്ചറാണ്. അവളും പിന്നെ നമ്മുടെ RLVയിലാണ് പഠിച്ചത്. MA മ്യൂസിക് 2nd റാങ്ക് പാസ്സായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ അവൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ മോളിപ്പം 7ാം ക്ലാസ്സിലേക്കായി. അദ്രിജ എന്ന് പേര്. മോളും കുഞ്ഞ് പാടുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ വഴിയിലൂടെ തന്നെയാണ് അവൾക്കും പേര് വെച്ചിരിക്കുന്നത് അദ്രിജ എന്നാണ്. അമ്മയുടെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ വിവാഹവും കൊല്ലൂർ മുഖാവിയിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഫാമിലിയൊക്കെ അങ്ങനെ പോകുന്നു, അച്ഛനമ്മ ഒക്കെ ആയിട്ട്. പാട്ടല്ലാണ്ട് എന്താ വേറെ ഹോബീസൊക്കെ എന്തൊക്കെയാണ്? വേറെ എനിക്ക് അങ്ങനെ കായികപരമായിട്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്. പണ്ട് ഞാൻ വോളിബോളൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം വോളിബോൾ കളിച്ചപ്പോൾ നല്ലൊരു അടി ഇവിടെ കിട്ടി. അപ്പോൾ ഞാൻ ഏതോ അവിടുന്ന് ഒരു അടി വന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര തടയാൻ പോയത്. അപ്പോൾ തടഞ്ഞത് കൈ അങ്ങോട്ടായി പോയി, അത് ഇവിടെ കിട്ടി. അപ്പോൾ അവിടെ കിട്ടിയപ്പോൾ ഞാൻ വീണുപോയി. അപ്പം പിന്നെ ശ്വാസമൊക്കെ ഇങ്ങനെ ഇതായിപ്പോയി. അപ്പം അതിനോട് ഭയന്നിട്ട് പിന്നെ മേലാൽ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ കളി കാണാനൊക്കെ ഇഷ്ടമാണ്, കായികപരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സംഗീതം തന്നെ എപ്പോഴും എനിക്ക് സംഗീതത്തിനെ കുറിച്ച് സംസാരിക്കാനും, പിന്നെ യാത്ര ഭയങ്കരമായിട്ട് യാത്ര ഇഷ്ടമാണ്. ഇപ്പം തന്നെ ഇങ്ങനെ കൂടുതലും ഹരിദ്വാർ, ഋഷികേശ്, പിന്നെ അതുപോലെ കാശി, അങ്ങനെയൊക്കെ പോകാൻ അത് എൻ്റെ സംഗീതത്തിന് ഒരുപാട് ഉപകരിക്കുന്നുണ്ട് ആ യാത്ര. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു റൂമിൽ ചടഞ്ഞു വരുന്നിട്ട് ഏതെങ്കിലും പുസ്തകം, ഇപ്പം SK പൊറ്റക്കാടിൻ്റെയൊക്കെ യാത്രാ വിവരണങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാവനയുണ്ട്. അത് നമ്മൾ ഭാവന ഇന്നുണ്ടാക്കിയെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 10 പുസ്തകം വായിക്കുന്ന ഒരു ഗുണം ചിലപ്പോൾ നമ്മളൊരു കുഞ്ഞു യാത്രയിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് ബോധ്യമാണ്. അതുകൊണ്ട് യാത്ര ഒരു അവിഭാജ്യ ഘടകമാണ് എനിക്ക്. ഈ യാത്രാ സമയത്ത് ഭാവനയായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാറുണ്ട്? തീർച്ചയായും. എനിക്ക് 2 വാട്സാപ്പ് മെസ്സേജ് ഇതുണ്ട്. ഈ വാട്സാപ്പിൽ എഴുതിയിട്ട് ആ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു അല്ലേ മറന്നു. അപ്പൊ ഞാൻ ഒരു യാത്രയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 10 പാട്ടുണ്ടാവും. ഈ ദക്ഷിണസ്വാമിയുടെ അടുത്ത് എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നത്? അപ്പൊ സ്വാമി ഞാൻ ഓർക്കുന്നതൊന്ന്, ലീലാമ്മ ഏറ്റവും കൂടുതൽ ഇപ്പം ജ്ഞാനപ്പാന അതുപോലുള്ള ലീലാമ്മേനെ കൂടുതൽ പാടിപ്പിച്ചിട്ടുണ്ടല്ലോ സ്വാമി അന്ന്. അപ്പോൾ സ്വാമിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗായികയാണ്. അതുപോലെ തന്നെ ലീലാമ്മയ്ക്ക് ഭയങ്കരമാണ് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം സ്വാമിക്ക് ലീലാമ്മ ഒരു കുർത്ത വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഒരു പരിപാടിക്ക്, ലീലാമ്മ സംബന്ധിക്കുന്ന ഒരു പരിപാടിക്ക് സ്വാമി ആ കുർത്ത ഇട്ടിട്ട് വരികയാണ്. ആ കുർത്ത ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും സ്വാമിയുടെ കയ്യും കഴിഞ്ഞിട്ടൊരു 10 ഇഞ്ച് താഴത്തേക്ക് ആ കുർത്തയുടെ ഇറക്കമുണ്ട്. അത് ആ സ്വാമി ഇങ്ങനെ കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ലീലാമ്മ പറഞ്ഞു, അയ്യോ ഇതിങ്ങനെ ഈ കുർത്ത അതെന്താ? അപ്പോൾ ഒന്നുമില്ല അത് മടക്കി നോക്കാം, ഇല്ലേ പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ലീല എനിക്ക് അത്രയും സന്തോഷത്തോടെ അത്രയും ബഹുമാനത്തോടെ കൊണ്ടു തന്നതല്ലേ, അതിന് ഞാനിങ്ങനെ മുറിക്കും? അതവിടെ ഇരുന്നോട്ടെ, അതിനെന്താ കുഴപ്പം, അതവിടെ ഇരുന്ന്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം എല്ലാം നാച്ചുറായിട്ടുള്ള ഒന്നിനെയും അദ്ദേഹത്തിന് വെട്ടിമുറിക്കാനില്ല. അത് ജീവിതത്തിനുമില്ല, ശിഷ്യന്മാരുടെ അടുത്തുമില്ല, ഒന്നുമില്ല. അത് സംഭവിക്കേണ്ടത് ആ സമയത്ത് സംഭവിക്കുന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ നോക്കൂ,
നമ്മളിപ്പോൾ ഒരു ജഡ്ജ്മെന്റ് ഒരു ഒരു ഏതെങ്കിലും ഒരു സ്റ്റാർ സിംഗർ പോലുള്ള ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി പാടുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരിക്കലും കുട്ടികൾക്ക് എന്തായാലും ആ കുറ്റങ്ങളുണ്ടാവും. കാരണം നമ്മൾ നോക്കുമോ, ഇപ്പൊ പാടിയ ഒരു പാട്ട്, ഇപ്പൊ പ്രമദവനം എന്ന് പറയുന്ന ഒരു പാട്ട് ദാസേട്ടൻ പാടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹം ആ പാട്ട് പാടുന്ന അത്രയുള്ള എക്സ്പീരിയൻസ് അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ആ പാട്ടാണ് 11 വയസ്സുള്ള ഒരു മോൻ പാടുന്നത്. അപ്പൊ അതിനെ തന്നെ കമ്പയർ ചെയ്തിട്ട് പറയുമ്പോൾ ആ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും. ആ കുട്ടി ശ്രമിക്കുന്നത് എത്ര എന്ന് നമുക്ക് നോക്കാം. അവൻ ശ്രമിച്ചാൽ ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് അവൻ ലെവലാവും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അവന് കൊടുക്കാനുള്ളത് എന്താണ്? മോൻ നന്നായിട്ട് ആവും പോലെ മോൻ പാടിയിട്ടുണ്ട്, ഇതുപോലെ മോൻ ശ്രമിക്കണം എന്ന് പറയുന്നല്ലാതെ അത് അവിടെ ആയിട്ടില്ല ഇതിവിടെ ആയിട്ടില്ല എന്ന് പറയുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. സ്വാമി അങ്ങനെ പറയില്ല. അവൻ ആ കുഞ്ഞിന് പറ്റുമ്പോൾ ആ കുഞ്ഞ് പാടിയിട്ടുണ്ട്. ഇപ്പം വരുന്ന അപ്കമ്മിങ് ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ പാട്ട് ഡിവോഷണൽ സോങ്സും ക്ലാസിക്കലൊക്കെ പാടുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്, ടിപ്സ് ആയിട്ട് എന്തെങ്കിലും? കുഞ്ഞുമക്കളുടെ അടുത്ത് നമ്മുടെ അനുഭവം വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും നമ്മൾ ഒരു പാട്ട് പാടി ആ പാട്ടിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ മോനെ അത് നന്നായിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും അവർ പറയും. പക്ഷെ ആ പറയുമ്പോൾ അവർ കുഞ്ഞുമക്കളാണ്. പക്ഷെങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ആ പാട്ട് ഞാൻ എത്ര അതിൽ നീതി പുലർത്തിയിരുന്നു. തീർച്ചയായിട്ടും നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ട് കൊള്ളൂല എന്ന് ആരും പറയില്ല. അപ്പോൾ ആ പറയുന്നത് അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹമാണ്, മോൻ നന്നായി വരണം എന്ന്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മളെ വിലയിരുത്തണം. അതായത് ഈ പാട്ട് ഞാൻ എത്ര പാടിയിട്ടുണ്ട്, ഇനി എത്ര നന്നാക്കണം എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇതും കൂടി കമ്പയർ ചെയ്യാൻ. ഇത് നന്നായി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നന്നായി എന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുമ്പോൾ ഞാൻ ഇതിനപ്പുറത്തേക്ക് ഇനി പോകാനില്ല എന്ന ഒരു തീരുമാനം വരും. പിന്നെ പഠിക്കാനുള്ള ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകളോ മറ്റുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഒരു പാഠം നമ്മൾ പഠിച്ച് അത് ഒരു സ്വരസ്ഥാനം, ആ സ്ഥാനം ഉറക്കുന്നത് വരെ. അപ്പോൾ കുട്ടികൾക്ക് ഇനി ഇത് തന്നെയാണ്, ഗുരുമുഖത്ത് നിന്ന് പരമാവധി ഗുരുമുഖത്ത് നിന്ന് തന്നെ സംഗീതം പഠിക്കാനുള്ള വേദി ഉണ്ടാക്കുക. അത് ഇനി ഒരു പാരൻസിനോട് കൂടി എനിക്കതാണ് പറയാനുള്ളത്. കുട്ടികളെ സംഗീതം പഠിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എല്ലാ ഗുരുനാഥന്മാരും നന്നായിട്ട് പഠിപ്പിക്കുന്നവരാണ്. പക്ഷെ ആ സാഹചര്യങ്ങൾ നോക്കുക, അവരുപയോഗിക്കുന്ന ഉപാധി നോക്കുക, അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. എഴുതി പഠിക്കാതെയും എഴുതി പഠിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് നമ്മുടെ മനസ്സിൽ സ്വായത്തമായതിനു ശേഷം വെറുതെ അവിടെ എഴുതി വെക്കാം. അല്ലാണ്ട് പുസ്തകത്തിൽ എഴുതിയ സാധനം ഒരിക്കലും നമുക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടോട് കൂടിയിട്ട് ഈ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇഷ്ടപ്പെട്ട പാട്ട് ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഓർത്തെടുക്കുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി സംഗീതം ചെയ്ത അനശ്വരമാക്കിയ ഒരു ഗാനം. എന്നുവരും നീ എന്നുവരും നീ എൻ്റെ കിനാപന്തലിൽ വെറുതെ എൻ്റെ നിലാപന്തലിൽ വെറുതെ കാണാൻ വെറുതെ ഇരിക്കാൻ വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ മിണ്ടാൻ എന്നുവരും നീ എന്നുവരും നീ എൻ്റെ കിനാപന്തലിൽ വെറുതെ എൻ്റെ നിലാപന്തലിൽ. അടിപൊളി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും എനിക്ക് തോന്നുന്നു ഒരുപാട് കഥകളുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒന്നും കഥകളുടെ ഒരു അംശം പോലെ എത്തിയിട്ടില്ല തോന്നുന്നു. നമുക്കിനി വരും എപ്പിസോഡിലേക്ക് ആ കഥകൾ നമുക്ക് ഉൾപ്പെടുത്താൻ തീർച്ചയായിട്ടും ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വിഷസ് അപ്കമിങ് പ്രൊജക്ട്സിനെല്ലാം ഒരുപാട് വിഷസ് നേരെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.